ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങൾ 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ ചുരുക്കി പറയുന്നതാണ് നക്ഷത്രഫലം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ കുംഭൻ രാശിയുടെ അധിപനായ ശനിയുമായിട്ട് ചേർന്നാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാരുടെ നക്ഷത്രഫലം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ എന്ത് ഫലമാണ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് കൊടുക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരായിട്ടുള്ള കലാകാരന്മാർക്ക് ശോഭിക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കലാപരമായ മേഖലകളിൽ പ്രവർത്തന വിജയം കൈവരിക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ അതിനുവേണ്ടി ശുക്രൻ ഈ ജാതകർക്ക് കലാപരമായ മേഖലകളിൽ ശോഭിക്കുവാൻ പറ്റിയ കഴിവുകളെ പ്രദാനം ചെയ്യുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ പ്രായമായവരുടെയും മുതിർന്നവരുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ വാങ്ങിച്ചു കൊടുക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ മേടക്കൂറുകാർക്ക് കലാപരമായ മേഖലകളിൽ കഴിവുള്ളവർക്ക് ശോഭിക്കുവാനും വിജയിക്കുവാനും അംഗീകാരമൊക്കെ നേടിയെടുക്കുവാനും പറ്റിയ ഒരു നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മറ്റു പല കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാമെങ്കിലും കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് നേട്ടം മുഴുവൻ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരുടെ അനുഭവം എന്താണെന്ന് ചിന്തിക്കാം. ഈ നാളുകാർ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രായമായവരുടെയും മുതിർന്നവരുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. അതോടൊപ്പം തന്നെ കലാപരമായ കഴിവുകൾ അവരുടെ പ്രവർത്തന മേഖലകളിൽ അവതരിപ്പിക്കുമ്പോൾ, കലാപരമായ കഴിവുകൾ അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രകടിപ്പിക്കുമ്പോൾ അവിടെ അംഗീകാരം വന്നു ചേരുന്നൊരു ദിവസമാണ്. മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അതാണ് പ്രത്യേകത. അതാണ് ശുക്രൻ കൊടുക്കുന്ന നേട്ടം. മറ്റു പല കാര്യങ്ങളിൽ ഇപ്പോൾ ധനപരമായിട്ടുള്ള ഒരു വലിയ നേട്ടത്തെ ഒന്നും ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും മിതത്വം വന്നു ചേരുന്നൊരു ദിവസമാണ്. ഒരു പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകാം. അങ്ങനെ ഉള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും മറ്റ് ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ അനുഭവങ്ങളെയൊക്കെ മാറ്റി നിർത്തി അവരുടെ മനസ്സ് ഒന്ന് സന്തോഷിക്കുവാൻ വിധത്തിലുള്ള ഒരു കഴിവ് കൊടുത്ത് കലാപരമായ ഒരു പ്രകടനം കാഴ്ചവെച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ അംഗീകാരവും പ്രശംസയും നേടിയെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് ഇടവക്കൂറുകാർക്ക് ശുക്രൻ കൊടുക്കുന്ന നേട്ടം. ഇനിയും മിഥുനക്കൂറുകാരുടെ കാര്യം പറയാം. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് പെൺമക്കൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അത് മുഖേന അവരുടെ ജീവിതത്തിൽ സമ്പത്തും കീർത്തിയും സുഖവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ മറ്റു പല കാര്യങ്ങളിൽ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരണമെന്നില്ല. അവിടെ ശത്രു തടഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. ബുദ്ധിപരമായ പരാജയങ്ങൾ വന്നു ചേരാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാം. ഭരണാധികാരികൾ കോപിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ പോലും ശുക്രൻ ഇവർക്ക് കൊടുക്കുന്ന നേട്ടം, ഇവരുടെ പെൺമക്കൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന, അവരെ കൊണ്ടുള്ളൊരു നേട്ടം വന്നു ചേരുന്നൊരു ദിവസമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസം മിഥുനക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ട്. ധനത്തെ ചൊല്ലിയോ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. പ്രായമായവരും മുതിർന്നവരും അവർ എതിർപക്ഷത്ത് നിൽക്കുവാൻ അല്ലെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ശനീശ്വരൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് കർക്കിടകക്കൂറുകാരുടെ അനുഭവം. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് ധനനേട്ടം വന്നിരുന്നൊരു ദിവസമാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസം രാവിലെ പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിൽ തെളിഞ്ഞത് ചിങ്ങക്കൂറുകാർക്ക് തന്നെയാണ് ധനനേട്ടം എന്നുള്ളതാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. ചിങ്ങക്കൂറുകാരുടെ
5-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. 11-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര വിജയത്തെ കൊടുത്ത് ധനം നേട്ടം കൊടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന. വ്യാപാരികളായിട്ടുള്ള ആൾക്കാർക്ക്, ഈ ജാതകർക്ക് വ്യാപാര വിജയം, കാര്യവിജയം, 11-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ നിന്നാൽ കാര്യവിജയത്തിലൂടെ ലാഭമുണ്ടാകും, അല്ലെങ്കിൽ ലാഭകരമായ പ്രവർത്തികൾ ചെയ്ത് ധനം വന്നു ചേരുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതുപോലെ തന്നെ 7-ൽ ശുക്രൻ നിൽക്കുന്നു. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ സ്വത്തുവകകൾ, സ്വർണ്ണാഭരണങ്ങൾ, ധനം എന്നിവയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. 10-ലെ വ്യാഴം തൊഴിൽ മേഖലയിലെ പ്രശസ്തിയെയും ധനനേട്ടത്തെയും കാണിക്കുന്നു. അങ്ങനെ ധനപരമായ നേട്ടത്തെ വെള്ളിയാഴ്ച ദിവസം ലഭിക്കുന്ന ഒരു കൂറാണ് ചിങ്ങക്കൂർ. അല്ലെങ്കിൽ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്കാണ് ഈ വെള്ളിയാഴ്ച ദിവസം ധനപരമായ നേട്ടവും ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക. അവർക്ക് കാര്യവിജയം, അവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിച്ച് അതിലൂടെ അവർക്ക് കാര്യവിജയത്തിൽ കൂടി ധനലാഭം, ലാഭകരമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള, അത് വ്യാപാരം ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കൂടിയുള്ള ധനവരവ്. ഒരുപക്ഷെ വ്യാപാരികളായിട്ടുള്ളവർക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം കിട്ടുക. അല്ലാത്തവർക്ക് മാസശമ്പളക്കാർക്കോ ദിവസ ശമ്പളക്കാർക്കോ അല്ല. പ്രത്യേകം മനസ്സിലാക്കണം, വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യവിജയം, പ്രവർത്തന മേഖലയിലെ വിജയം, അതാണ് ധനവരവ്, അവിടെയാണ് വന്നു ചേരുക. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. വ്യാപാരികളായിട്ടുള്ളവർക്കാണ് ഇതിൻ്റെ നേട്ടം കൂടുതൽ വന്നു ചേരുക. 11-ാം ഭാവാധിപൻ, ലാഭഭാവത്തിൻ്റെ അധിപൻ, അത് വ്യാപാരം ചെയ്യുന്നവർക്കാണ് ലാഭം കൂടുതൽ കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു നേട്ടമാണ് ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് കാര്യങ്ങളൊന്നും സാധിക്കണമെന്നില്ല. അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കലാപരമായ മേഖലകളിലുള്ളവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. കാരണം 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ അനിഷ്ടഭാവമാണ്. അനിഷ്ടഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പ്രായമായവരും മുതിർന്നവരും ഒക്കെ ശത്രുതയിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. അപ്പോൾ അങ്ങനെ ധനപരമായ വിഷയത്തെ ചൊല്ലിയും കുടുംബത്തെ ചൊല്ലിയും ഒക്കെയുള്ള ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് കന്നിക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറുകാരുടെ കാര്യം പറയാം. തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ശുക്രൻ എന്ത് നേട്ടമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം പെൺമക്കൾ മുഖേന അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന ഒരു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തുലാക്കൂറുകാരായിട്ടുള്ള പുരുഷ ജാതകർ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും, അല്ലെങ്കിൽ അവരുടെ പുത്രന്മാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അവിടെയെല്ലാം തടസ്സങ്ങൾ വന്നു ചേരും. എന്നാൽ പെൺമക്കളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരിൽ അവർക്ക് വേണ്ടി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പ്രായമായവരുടെയും മുതിർന്നവരുടെയും ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിച്ച് കാര്യവിജയം നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് നേട്ടം. മറ്റു പലവിധ പ്രതിസന്ധികൾ അവർക്കുണ്ടെങ്കിലും നേട്ടം ഈ ഒരു കാര്യത്തിൽ കൂടിയാണ്. പെൺമക്കൾ മുഖേനയുള്ള കാര്യവിജയം, അതാണ് അവർക്ക് നേട്ടമായിട്ട് വന്നു ചേരുക. ആ ഒരു രീതിയിൽ കൂടി കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ അവർക്ക് നേട്ടമാണ്. ആൺമക്കളുടെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് അവിടെ പ്രതിസന്ധി ഉണ്ടാകും, അവർക്ക് അവരുടെ കാര്യത്തിൽ ഒരു വിജയം ഉണ്ടാകത്തില്ല. എന്നാൽ സ്ത്രീകൾ സംബന്ധിച്ചോ പെൺകുട്ടികൾ മുഖേനയുള്ള ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കുവാൻ പറ്റുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് ഈ തുലാക്കൂറുകാർക്കുള്ള പ്രത്യേകത. ഇനിയും വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് ചിന്തിക്കാം. വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. പ്രായമായവരുടെയും മുതിർന്നവരുടെയും ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങൾ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വന്നു തരുന്നൊരു ദിവസമാണ്. അതാണ് ഇവർക്കൊരു നേട്ടം. എന്നാൽ
ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഒരു നേട്ടം ഉണ്ടാക്കുവാൻ പറ്റുന്ന ദിവസമല്ല. അവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. പ്രായമായവരും മുതിർന്നവരും ഒക്കെ ഒരു പക്ഷേ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സം നിന്നേക്കാം, അല്ലെങ്കിൽ ഇവരെ പിന്തിരിപ്പിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക. എന്നാൽ നേട്ടം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കൂടി, അതായത് ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഉള്ള സ്വത്തുവകകളൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അതിന് പ്രായമായവരും മുതിർന്നവരും എല്ലാവിധമായ പിന്തുണകൾ ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നേട്ടം. മറ്റു പല പ്രകാരത്തിലുള്ള കോട്ടങ്ങൾ ഇവർക്കുണ്ടെങ്കിലും നേട്ടം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ വൃശ്ചികക്കുറുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ശുക്രൻ തരുന്ന നേട്ടം എന്താണെന്നുള്ളത് ചിന്തിക്കാം. ശുക്രൻ ഈ നാളുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളെ ഇവർക്ക് ലഭ്യമാക്കുന്നൊരു ദിവസമാണ്. പ്രവർത്തന വിജയത്തിൽ കൂടി സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ആ പ്രവർത്തന വിജയത്തിൽ കൂടി ഇവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ്. നല്ല ഉത്സാഹത്തോടു കൂടി ഏതൊരു കാര്യത്തിലും ഇടപെടുകയും ഉറച്ച മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് നേട്ടങ്ങൾ കൈവരിക്കുകയും പ്രധാനമായിട്ടും വാഹന ഗുണമാണ് ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ വാഹന ഗുണം ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടം എന്നിവയിലൊരു ആശ്വാസം ലഭിക്കുന്നൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ ഇതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ള നേട്ടം ശുക്രൻ കൊടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ എന്ത് നേട്ടമാണ് കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാം. ഇവർക്ക് തൊഴിൽപരമായുള്ള മേഖലകളിൽ കൂടി ഒരു വരുമാനമുണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള സ്ത്രീകൾ മുഖേന ധനം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രായമായവരുടെയും മുതിർന്നവരുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണയൊക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. മറ്റ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ള ദിവസമാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കൂടി ഒരു ധനവരവ് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബസുഖവും സ്ത്രീകൾ മുഖേനയുള്ള സന്തോഷവും സൗഹൃദപരമായ സമീപനവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്തുകൊണ്ടും സ്ത്രീകളെ കൊണ്ട് മാത്രമേ ഇവർക്ക് അനുകൂലമായൊരു അനുഭവം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ആ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ എല്ലാ നല്ല അനുഭവങ്ങളും സ്ത്രീകൾ മുഖേന വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനം, കുടുംബം, തൊഴിൽ എന്നീ കാര്യങ്ങളിലാണ് സ്ത്രീകൾ ഇവർക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് ശുക്രൻ വെള്ളിയാഴ്ച ദിവസം എന്ത് നേട്ടമാണ് കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാം. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയുമായിട്ട് യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളല്ലാത്തത് കൊണ്ട് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യകരമായ ഒരു ദിവസമാണ്. സുഖാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും. അപ്പോൾ അങ്ങനെ കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അത് ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവത്തെ, വലിയ തരക്കേടില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തെ ശുക്രൻ കൊടുക്കുമെന്നുള്ളതാണ് ഇവർക്കുള്ള നേട്ടം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് ശുക്രൻ എന്ത് ഫലമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ശുക്രൻ 12ാം ഭാവത്തിൽ ശനിയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. മീനക്കൂറുകാരുടെ 12ൽ ശനി നിൽക്കുന്നു. ആ ശനിയുമായിട്ട് ചേർന്നാണ്, യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 12ൽ നിൽക്കുന്ന ശനി ദോഷത്തെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ ശുക്രനും ചില കാര്യങ്ങളിൽ, അതായത് 1-2 കാര്യങ്ങളിൽ ദോഷം ചെയ്യും. ബന്ധുക്കളെ ശത്രുക്കളായി മാറ്റും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാക്കി മരണത്തിൻ്റെ സ്ഥിതി വരെ എത്തിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ശനി കൊടുക്കുന്ന ദോഷത്തെ, അതായത് ശനി 12ലെ ശനി ജാതകർക്ക് രോഗം, ധനനഷ്ടം, പല വിധത്തിലുള്ള വ്യാധികൾ, കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കും എന്നുള്ളൊരു നേട്ടവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശനി ചെയ്യുന്ന ദോഷത്തെ ഇല്ലാതാക്കി അതൊരു നേട്ടമായിട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ ശുക്രൻ്റേതായ നിലയിൽ ദോഷം ചെയ്യും 2 കാര്യങ്ങളിൽ. അതായത് ബന്ധുക്കളെ ശത്രുക്കളാക്കി മാറ്റും, മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാക്കും.
അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവമാണ് ഈ മീനക്കുറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക. ശനിയുടെ ദോഷം, 12-ലെ ശനിയുടെ ദോഷത്തെ ഇല്ലാതാക്കി ജാതകർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കും. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ ഈ ശുക്രൻ 2 കാര്യങ്ങളിൽ ദോഷമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കുകയും ചെയ്യും. ബന്ധുക്കളെ അകറ്റും, ബന്ധുക്കളെ ശത്രുക്കളാക്കി മാറ്റുകയും മാതാവിന്, ഈ ജാതകരുടെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും ഈ മീനക്കുറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.